വലിയൊരു ഫെമിനിസ്റ്റ് അറ്റാക്ക്, കമ്പനികളുടെ തട്ടിപ്പായിരുന്നത്. ഇപ്പോൾ ഇന്ത്യയിലും പെണ്ണുങ്ങളൊക്കെ വലിയ സ്റ്റൈലിൽ അവർ ഫെമിനിസ്റ്റ് ആയിട്ടാണ് വിചാരിക്കുന്നത്, ഞങ്ങൾ ആണുങ്ങളുടെ ഒപ്പം എത്തി എന്നാണ് വിചാരിക്കുന്നത്. ഇത്രയും വലിയ മണ്ടത്തരമുണ്ട്. ബോറടിക്കുമ്പോഴാണ് നമ്മൾ അതിനുള്ളിൽ നിന്നുള്ള പുതിയ സൊല്യൂഷൻസ്, പുതിയ ക്രിയേറ്റിവിറ്റി ഉണ്ടാവണം. അങ്ങനെയാണ്. ഇത് ഒന്നിനുമില്ല. നമ്മുടെ ബ്രെയിൻ റോട്ട് എന്ന് പറയുന്ന പോലെ നമ്മൾ ഇതിനെ അട്ടിപ്പിട്ട്. അപ്പം എൻ്റെ കാഴ്ചപ്പാടൊക്കെ പഴഞ്ചനാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ ഇവർ പറഞ്ഞ പുതിയ ജനറേഷൻ പറയില്ല, അമ്മാവൻ സിൻഡ്രോം, തന്ത വൈബ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഞാനൊരു പഴഞ്ചനായിട്ടാണ് ഞാൻ എന്നെ കാണുന്നത്. അയ്യപ്പൻ മുതൽ അങ്ങനെയുള്ളൊരു സംഭവമാണ് ഇപ്പോൾ നമുക്ക് പറയാവുന്നത്. തെച്ചു മിനുക്കിയാൽ കാന്തിയും മൂല്യവും വാച്ചിടും കല്ലുകൾ. ഇവിടെ ജാതി വ്യവസ്ഥയുണ്ടല്ലോ ഭയങ്കരമായിട്ട് ഇന്ത്യയിൽ. അപ്പോൾ അതിൻ്റെ പേരിൽ കണ്ടമാനം പേർക്ക് ജീവിതത്തിൽ ഒരു തരത്തിലും ഉയർന്നു വരാൻ പറ്റില്ല. വളരെ മോശമായിട്ട് നോർത്ത് ഇന്ത്യയിലൊക്കെ ജാതി വ്യവസ്ഥയുണ്ട് ഇപ്പോൾ നമ്മുടെ. നമസ്കാരം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് റാം മോഹൻ പാലിയത്ത് സർ. നിങ്ങൾക്കൊക്കെ പരിചയം ഉണ്ടാകും. വെബിനിവേശം എന്ന കോളത്തിലൂടെ നിരന്തരം മലയാളികളുമായി സംവദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു എഴുത്തുകാരനാണ്. നമ്മുടെ നവമാധ്യമ സംസ്കാരത്തെക്കുറിച്ച്, ടെക്നോളജിയെക്കുറിച്ച് ഒക്കെ നിരന്തരമായി നിരീക്ഷിക്കുകയും വിശകലനം ചെയ്യുകയും വളരെ രസകരമായ രൂപത്തിൽ മലയാളികളോട് അത് പറഞ്ഞു തരികയും ചെയ്യുന്ന ഒരു എഴുത്തുകാരൻ കൂടിയാണ്. സ്വാഗതം സർ വിശാല അപ്ഡേറ്റുമായി ഈ സംസാരത്തിലേക്ക്. ഞാൻ നേരത്തെ ഇങ്ങനെ നമ്മുടെ ബിനോയ് സാറോട് പറയായിരുന്നു, ഈ പത്രം വായിക്കുമ്പോൾ നമ്മൾ അവസാനത്തെ സ്പോർട്സ് പേജിലേക്ക് പോകുന്ന ഒരു പ്രവണത ഉണ്ടല്ലോ, അതുപോലെ മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് എടുക്കുമ്പോൾ 94-ാം പേജിലേക്ക് പോകുന്ന ഒരു ഈ വെബിനിവേശത്തിലേക്ക് അതിൻ്റെ ഒരു യാത്ര പറഞ്ഞ് നമുക്ക് തുടങ്ങാൻ തോന്നി. ഇങ്ങനെ അതിലേക്ക് എത്തിപ്പെട്ടു. അത് ശരിക്കും ഒരു വലിയ പ്രതിഭാധനായ എഡിറ്ററുടെ ഇതാണ്, സുഭാഷ് ചന്ദ്രൻ്റെ ഐഡിയ. കാരണം നമ്മുടെ അറിവിലൊന്നും ലോകത്തിലെ ഒരു മാധ്യമങ്ങളിലും ഇതുപോലെ അങ്ങനെ ഒരു സാധനം ഇല്ല ഇതുവരെ. ലോകത്തെവിടെ ഇല്ല. അറിവ്, നമ്മുടെ അറിവ് പരിമിതം, നമ്മുടെ പരിമിതമായ കോളങ്ങൾ ഉണ്ടാകും. പക്ഷെ ഇങ്ങനെ ഈ വെബ് അത് പറയണത് നമ്മുടെ നവമാധ്യമങ്ങളുടെ ഒരാഴ്ചത്തെ ആ ഒരു സംഭവം എന്നുള്ളത്. സാഹിത്യപരത്തിന് അതിൻ്റെ വേറൊരു സാധനം. അതപ്പോൾ പുള്ളിയുടെ ഐഡിയ ആണത്. ഈ പേര് ഞാൻ ഉണ്ടാക്കിയതാണ്. അത് മിക്സ് ചെയ്തിട്ട് വെബ് എന്നുള്ള ഇംഗ്ലീഷ് വാക്ക് അധിനിവേശം അല്ലെങ്കിൽ അഭിനിവേശം രണ്ടും ആവാം. അപ്പം അങ്ങനെ മിക്സ് ചെയ്ത് എഴുതിയത്. അപ്പോൾ സുഭാഷ് ചന്ദ്രൻ്റെ ഐഡിയ ആണത്. ചെറിയൊരു ഫോർമാറ്റ്, പുള്ളിയുടെ ഒരു ഐഡിയ ഇങ്ങനെ പറഞ്ഞു, അതിനെ പറ്റില്ല. പിന്നെ ഞാനാണെങ്കിൽ വളരെ ആക്റ്റീവായിരുന്നു ഈ നവമാധ്യമങ്ങളിലും പണ്ട് പോലെ. അതുപോലെ ബ്ലോഗ്, മലയാളത്തിൽ ഒരു കാലത്ത് വലിയ ബ്ലോഗ് വസന്തം എന്ന് പറയാവുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ബ്ലോഗ് ഉണ്ടായിരുന്നു, സ്വയം ബ്ലോഗ് എന്നാണ് എൻ്റെ ബ്ലോഗിൻ്റെ പേര്. അങ്ങനെ ബ്ലോഗുകൾ കണ്ടമാനം പേര് വലിയ മിടുക്കന്മാരൊക്കെ അതിലൂടെ, മീൻസ് വേറെ ഫീൽഡിലൊക്കെ പ്രശസ്തരായ ഒരുപാട് ആൾക്കാരൊക്കെ. ഫോർ എക്സാമ്പിൾ നമ്മുടെ എതിരൻ കതിരവൻ, അങ്ങനെ ഒത്തിരി ആൾക്കാർ ബ്ലോഗിൽ കൂടെയാണ് വന്നത്. ശരിക്കും ആദ്യമായിട്ട് അവർ വലിയ സയൻറ്റിസ്റ്റുമാരൊക്കെ ആയിരുന്നു. സാറിൻ്റെ ജേണി ബ്ലോഗിലൂടെ എന്ന് പറയാൻ പറ്റുമോ നമുക്ക്? തുടക്കത്തിൽ. അപ്പോൾ ഇവരൊക്കെ മുമ്പ് 2007-8 ബ്ലോഗൊക്കെ തുടങ്ങിയത്. അപ്പം മാതൃഭൂമി ആഴ്ചപ്പതിൽ കമൽനാഥ് സഞ്ജീവ് മലക്കാരനായിരുന്നപ്പോൾ ബ്ലോഗനാന്ന് പറഞ്ഞിട്ട് പങ്ക്തി ഉണ്ടായിരുന്നു. ആ ബ്ലോഗിൽ നിന്നുള്ള ഒരു സാധനം എടുത്തിട്ട് അവർ കൊടുക്കും. അങ്ങനെ എൻ്റെ ഒരു 5-8 പ്രാവശ്യം തന്നെ വന്നിട്ടുണ്ട്. ഏറ്റവും അധികം കുറേ പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൽ ഇങ്ങനെ ഒരു പ്രാന്തനായി തീർന്നു ചുരുക്കി പറഞ്ഞു. അങ്ങനെയാണ് സുഭാഷ് ചന്ദ്രനെ അത് ഏൽപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ കോളത്തിൻ്റെ അത് എപ്പോഴും നന്നായിട്ട് എഴുതാൻ പറ്റാറില്ല, അങ്ങനത്തെ പ്രശ്നമുണ്ട്. എന്നാലും അങ്ങനെ ഒരു ഫോർമുല ഉണ്ടാക്കി ചെയ്യുന്നു നിരന്തരമായി എഴുതുന്ന സമയത്ത് അല്ലേ. പക്ഷേ ഈ സോഷ്യൽ മീഡിയ നിരന്തരം അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഓരോ പുതിയ ആപ്ലിക്കേഷൻ വരുന്നു, ഒരു കാലത്ത് ട്രെൻഡ് ആവുന്നു. അപ്പം എപ്പോഴും ഇങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണല്ലോ പുതിയതിലേക്ക് ചാടാനും അതിൽ ആക്റ്റീവായി വർക്ക് ചെയ്യാനൊക്കെ കഴിയുക. അതങ്ങനെയാണ് അപ്പോൾ ഫോളോ ചെയ്യുന്ന രീതി? അങ്ങനെ പറയാൻ പറ്റില്ല. ഇപ്പം എനിക്ക് ഈ ഡിസംബറിൽ 60 ദിവസമാവും. അപ്പോൾ എൻ്റെ കാഴ്ചപ്പാടൊക്കെ പഴഞ്ചനാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ ഇവർ പറഞ്ഞ പുതിയ ജനറേഷൻ പറയില്ല, അമ്മാവൻ സിൻഡ്രോം, തന്ത വൈബ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഞാനൊരു പഴഞ്ചനായിട്ടാണ് ഞാൻ എന്നെ കാണുന്നത്. എങ്കിലും നമ്മളിത് വായിക്കാൻ ശ്രമിക്കുക എന്നുള്ളത്. ഇപ്പോൾ ഈ നമ്മുടെ പണ്ട് മരിച്ചു പോയൊരു മിടുക്കനായിട്ടുള്ള ഒരു ജേർണലിസ്റ്റ് ഉണ്ടായിരുന്നു ഇന്ത്യയിൽ പണ്ട്. അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിലെ ആക്സിഡൻറ്റിൽ മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുത്ത രചനകൾ കണ്ടംപററി കൺസർവേറ്റീവ് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ അവതാരിക എഴുതിയിരിക്കുന്നത് സൽമാൻ ഖുർഷിദാണ്. സൽമാൻ ഖുർഷിദിൻ്റെ ജൂനിയറായിട്ട് ഡൂൺ സ്കൂളിൽ പഠിച്ച ആളാണത്. ധിരേൻ ഭഗത് എന്നാണ് പേര്, ധിരേൻ ഭഗത്. അദ്ദേഹത്തിൻ്റെ പേരിൽ വലിയ ജേർണലിസ്റ്റ് അവാർഡൊക്കെ ഉണ്ട് ഇന്ത്യയിൽ. വലിയ ചെറിയ പ്രായത്തിൽ മരിച്ചുപോയ രാജീവ് ഗാന്ധിയോടൊപ്പം പ്ലെയിനിലൊക്കെ പോകുമ്പോൾ നിങ്ങൾ SLCക്ക് 10ാം ക്ലാസ്സിൽ ഇംഗ്ലീഷിന് എത്ര മാർക്ക് കിട്ടി അങ്ങനെയൊക്കെ ചോദിക്കുന്ന വളരെ ഒരു യുണീക്കായിട്ടുള്ള ജേർണലിസ്റ്റ്. ഭയങ്കര അസാധ്യ ഇംഗ്ലീഷും ഭയങ്കര രാഷ്ട്രീയമൊക്കെ എഴുതിയിട്ടുള്ള ആളാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേര് കണ്ടംപററി കൺസർവേറ്റീവ് എന്നാണ്. സമകാലികനായ പഴഞ്ചൻ എന്ന് വേണമെങ്കിൽ പറയാം. പാരമ്പര്യവാദി, ഓർത്തഡോക്സ്. കൺസർവേറ്റീവ് എന്ന് പറഞ്ഞാൽ പഴഞ്ചൻ എന്നാണല്ലോ അർത്ഥം. എന്തായാലും പറയാം, നമ്മൾ എക്സാക്ട്ലി മലയാളം എന്താ പറയുക? യാഥാസ്ഥിതിക. യെസ്, സമകാലികനായ യാഥാസ്ഥിതികൻ. ഞാനും അങ്ങനെ, എനിക്ക് ആ
പുസ്തകം വളരെ ഇഷ്ടപ്പെട്ടാണ് ഞാനും എന്നെ സ്വയം അങ്ങനെ വിലയിരുത്തുന്നത്. എൻ്റെ പല ടേസ്റ്റുകളൊക്കെ പഴഞ്ചനാണ്. അപ്പോൾ ഇതിന് ഞാൻ അങ്ങനെ ഫുള്ളി യോജിച്ച ഒരാളല്ല. പിന്നെ എഴുതാനുള്ളൊരിത്, പിന്നെ ഇത് കുറേ കാലമായിട്ട് ഇതിൻ്റെ പുറകെ നടക്കുന്ന ഒരാളാണ്. അത് 2 യോഗ്യതകളേ ഉള്ളൂ ശരിക്കും പറഞ്ഞു. എഴുതാൻ കുറേശ്ശെ, എപ്പോഴും നന്നായിട്ട് എഴുതാൻ പറ്റാറില്ല, എങ്കിലും അങ്ങനെ എഴുതുന്നു മാത്രം. പക്ഷേ ഈ ഒബ്സർവേഷൻ ഒരു സ്കില്ല് തന്നെയാണല്ലോ. അതും ഞാൻ പറഞ്ഞില്ലേ, എപ്പോഴും നന്നായിട്ട് പറ്റാറില്ല. പിന്നെ ഇതിൽ നമ്മൾ ഈ കുമാരനാശാൻ പണ്ട് ഇതിൽ ചണ്ടലപക്ഷികൾ എഴുതിയിരിക്കണ പോലെ തേച്ചു മിനുക്കിയാൽ കാന്തിയും മൂല്യവും വാച്ചിടും കല്ലുകൾ. ഇവിടെ ജാതി വ്യവസ്ഥയുണ്ടല്ലോ ഭയങ്കരമായിട്ട് ഇന്ത്യയിൽ. അപ്പോൾ അതിൻ്റെ പേരിൽ കണ്ടമാനം പേർക്ക് ജീവിതത്തിൽ ഒരു തരത്തിലും ഉയർന്നു വരാൻ പറ്റില്ല. വളരെ മോശമായിട്ട് നോർത്ത് ഇന്ത്യയിലൊക്കെ ജാതി വ്യവസ്ഥയുണ്ട്. ഇപ്പോൾ നമ്മുടെ ആർഷക്കാർ പോലും ചെറിയ ജാതി ഒതുക്കുന്നു. ഇപ്പോൾ രഞ്ജിനി ഹരിദാസ് കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ. അപ്പോൾ ആ ഒരു അവസ്ഥ പോലത്തെ ഈ നമ്മളുടെ പഴയ പരമ്പരാഗത എഡിറ്റർമാരുണ്ടായിരുന്ന കാലത്ത് അച്ചടി മാസികകൾ കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഇവർക്ക് എഴുതുമ്പോൾ എപ്പോഴും എല്ലാം നമ്മുടെ പബ്ലിഷ് ചെയ്യാൻ പറ്റില്ല. ഇവരുടെയൊക്കെ ഒരു കോക്കസ് ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. ഈ പത്രമാസികകളൊക്കെ അവരുടേതായിട്ടുള്ള താല്പര്യങ്ങളുണ്ടാവും. പിന്നെ പുതിയ ആൾക്കാർ വന്ന് ഷൈൻ ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു അവരുടെ ഒരു സാധനം നടത്തും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഇൻ്റർനെറ്റ് വന്നത്. അപ്പോൾ നമുക്ക് ഞാനിതിനെ വിളിക്കുന്നത് ഗുട്ടൻബർഗ് മുതൽ സക്കർബർഗ് വരെ എന്നാണ്. ഗുട്ടൻബർഗാണ് അച്ചടി കണ്ടുപിടിച്ചത്. അപ്പോൾ ഗുട്ടൻബർഗ് അച്ചടി കണ്ടുപിടിച്ചെങ്കിലും ഇത് എല്ലാവർക്കും എത്തില്ല. എല്ലാവർക്കും നമുക്ക് വൺ സൈഡാണ്, റേഡിയോ പോലെയാണ്. പുസ്തകത്തിൽ നമ്മളൊന്നും വായിക്കാനല്ലേ പറ്റും. പക്ഷെ അത് ഏറ്റവും വലിയൊരു മാനവരാശിയുടെ ഏറ്റവും വലിയ കണ്ടുപിടുത്തമാണ് ശരിക്കും അച്ചടി എന്ന് പറഞ്ഞാൽ. ഇപ്പം നിങ്ങളെ ഖുർആനായാലും അല്ലെങ്കിൽ നമ്മുടെ പുസ്തകങ്ങളൊക്കെ ആയാലും എല്ലാ മനുഷ്യർക്കും വിജ്ഞാനത്താണ്. ഇന്ത്യയിലൊക്കെ ഒരു കാലത്തും ബാക്കിയുള്ള എല്ലാ മതവിഭാഗങ്ങളിലും ഈ കുഴപ്പമില്ല. ഇന്ത്യയിൽ ചെവിയിൽ ഒരുക്കി ഒഴിക്കുക എന്നുള്ള സംഭവം ഉണ്ട് വേദം പഠിച്ചാൽ. പ്രത്യേകിച്ച് ഈ ജാതി വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ തന്നെ അതിലെ ടോപ്പ് എഷിലോൺസിലുള്ള ഈ ബ്രാഹ്മിൻസ് മേലെ വേർത്തിട്ടുള്ളൊരു ജോലി അവർ ചെയ്യില്ല. അവർ ഈ ബുദ്ധിപരമായ വേദം പഠിച്ച് മന്ത്രോച്ചാരണം. അപ്പം ഞാൻ ഈ കേരളത്തിനെ ഇപ്പം അത് കഴിഞ്ഞ് പിന്നെ മറ്റേ ക്ഷത്രിയർ, ബ്രാഹ്മണർ, വൈശ്യർ, ശൂദ്രർ, കുറേ പേര് കച്ചവടം ചെയ്യാൻ, ശൂദ്രർ ഈ മറ്റേ താഴെക്കെട്ടുള്ള ജോലികൾ ചെയ്യാനായിട്ട്. അതിലും താഴെ ആൾക്കാരുണ്ടായിരുന്നു, ശൂദ്രനേക്കാളും താഴെ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ആ ഒരു അവസ്ഥയിൽ ശരിക്കും വിജ്ഞാനം ഈ ബ്രാഹ്മണരുടെ അടുത്ത് മാത്രം നിന്നു. അപ്പം ഞാനിപ്പോൾ ഈ നമ്മുടെ ഈ ഹിന്ദു വർഗീയവാദികൾ പറയുന്നൊരു സംഭവമുണ്ട്, ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. എന്താ പറയുക, ആറ്റം ബോംബ് ഉണ്ടായിരുന്നു, ദശാവതാരം, കടൽപ്പാലം, ടെസ്റ്റ് ട്യൂബ് ശിശു, ചികിത്സ. പക്ഷേ ഇവർ പറയുന്നത് ഒരു സാധനം മാത്രമില്ല, ഇതെല്ലാം ഉണ്ട്, വലിയ ഭയങ്കര സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ പുസ്തകം എന്ന് പറഞ്ഞ സാധനമില്ല, അച്ചടിയില്ല. പിന്നെ ഇപ്പോൾ ഞാൻ ഈയിടെ കണ്ടുപിടിച്ചോ കക്കൂസില്ല. കക്കൂസ് എന്ന വാക്ക് തന്നെ ഡച്ച് വാക്കാണ്. ഡച്ച് ഈ വിദേശ നമ്മുടെ ഈ കൊളോണിയൽ യജമാനന്മാരാണ് പലതും കൊണ്ടുവന്നത്. ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുണ്ട്, ഈ ബ്രിട്ടീഷുകാർ നമുക്ക് സന്യാസം തന്നു, താഴെ ജാതിക്കാർക്ക് സന്യസിക്കാൻ പാടില്ലായിരുന്നു. അപ്പോൾ ബ്രിട്ടീഷുകാർ വന്നപ്പോഴാണ് ശ്രീനാരായണ ഗുരുവിനൊക്കെ പോലെയുള്ള ആൾക്കാർക്ക് ഈഴവാദി സന്യസിക്കാനായിട്ടുള്ള അങ്ങനെ പലർക്കും. പക്ഷേ സന്യാസത്തെക്കാളും വലുതാ കക്കൂസ് വന്നത്. കക്കൂസ് എന്ന വാക്ക് ഡച്ച് വാക്കാണ്. അപ്പോൾ ഈ കേരളത്തിൽ ഈ അടുത്ത കാലത്ത് വരെ എൻ്റെ അമ്മയുടെ നാട് ഗുരുവായൂരടുത്താണ്. അവിടെയൊക്കെ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, സന്ധ്യയാകുമ്പോൾ ഇരുട്ടുവാക്കിന് വെള്ളവും കൊണ്ട് പറമ്പിലേക്ക് പോകും. ഇന്ത്യയിൽ ഇപ്പോഴും വലിയതായിട്ട് ഈ വെളിയിട വിസർജന പദ്ധതി നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോഴും ഇന്ത്യയിലെ ആൾക്കാർ വെളിയിടത്തിലാണ് പോണത്. അപ്പോൾ ആർഷഭാരതത്തിൽ എങ്ങനെ ഇവർ കക്കൂസിൽ പോയിട്ട് നമുക്ക് അറിഞ്ഞുകൂടാ, അത് ഇതിലൊന്നും കാണാനില്ല. അപ്പോൾ ഈ കൊളോണിയൽ ബ്രിട്ടീഷുകാർ നമുക്ക് സന്യാസം തന്നു പറഞ്ഞാൽ അതിനേക്കാളും പ്രധാനമാണ് ബ്രിട്ടീഷുകാർ നമുക്ക് തന്തയെ തന്നു, കുടുംബ വ്യവസ്ഥ തന്നു. തന്ത ഉണ്ടായിരുന്നില്ല ഇവിടെ പലർക്കും. അതുപോലെ കക്കൂസ്, അത് വലിയ ഇമ്പോർട്ടൻറ്റ് സംഭവം. ജീവിതത്തിൽ ഏറ്റവും കക്കൂസ് പറയുമ്പോൾ തന്നെ ഇപ്പോൾ ഇതിലാരും അറപ്പുളവാക്കുന്നതായിട്ട് നമ്മൾ വിചാരിക്കരുത്. ഞാൻ പണ്ട് കക്കൂസിനെ പറ്റി ആദ്യമായിട്ട് മലയാളത്തിൽ എഴുതി ഞാനാണ് ബാലഭക്തിയിൽ. അപ്പോൾ ഞാൻ അതിൽ എഴുതിയിട്ടുണ്ട്, നമ്മൾ പൂജാമുറിയിലല്ല ചന്ദനത്തിരികൾ കത്തിച്ച് വെക്കേണ്ടത്, കക്കൂസിലാണ്. അപ്പോൾ സ്കേറ്റോളജി എന്നുകൊണ്ട് വിസർജന വിജ്ഞാനീയം തന്നെയുണ്ട്. പിന്നെ പിൽക്കാലത്ത് ഈ ലെബനോണിൽ യുദ്ധം നടക്കുമ്പോൾ, ലെബനോണിൽ ഇസ്രായേൽ ബോംബിടുമ്പോൾ കക്കൂസിലെ ഒളിച്ചിരിപ്പ് മതിയായില്ലേ എന്ന് പറഞ്ഞിട്ട് സെഹന ഉസൈ എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റലേഷനുള്ള വാക്കൊക്കെ ആദ്യമായിട്ട് മലയാളത്തിൽ ഞാൻ മാതൃഭൂമി ആഴ്ചവെപ്പിലെ ലേഖനം, അത് ഇൻസ്റ്റലേഷണൽ വാക്ക് എനിക്ക് വേണം മലയാളത്തിൽ പലരും എഴുതിയിട്ടില്ല, വളരെ കുറവ്. എനിക്ക് വേണം ചെറിയ ആൾക്കാർ മാത്രം എഴുതുമ്പോൾ ഞാൻ വലിയൊരു ലേഖനം എഴുതി മാതൃഭൂമി ആഴ്ചവെപ്പിൽ. കക്കൂസിലെ ഒളിച്ചിരിപ്പ് മതിയായില്ലേ എന്നാണ് ഹെഡിങ്. അതായത് ഈ ഇസ്രായേൽ ലെബനോണിൽ ബോംബിടുമ്പോൾ ഏറ്റവും സുരക്ഷിതമായ സ്ഥലം കക്കൂസാണ്. കാരണം കക്കൂസിൽ ഇതില്ല, ചില്ലില്ല, ചില്ല് ജനാലയില്ല. സീരിയസാ. അപ്പോൾ നിങ്ങൾക്ക് ഈ സഹന ഹുസൈൻ എന്ന് പറഞ്ഞിട്ട് ഇത്രയും കാലത്ത് ഒളിച്ചിരിപ്പ് മതിയായില്ല എന്ന് ഇംഗ്ലീഷിൽ അടിച്ചു കഴിഞ്ഞാൽ അത് കാണാം.
വലിയ ശില്പം. അതായത് അവർ ചെയ്തേക്കണമെന്ന് വെച്ചാൽ ഒരു പബ്ലിക് പ്ലേസിൽ കുറേ യൂറോപ്യൻ ക്ലോസറ്റിൽ കൊണ്ട് നിറച്ച് വെച്ചേക്കുക. മാതൃഭൂമി ആഴ്ചവെപ്പിൽ അത് വലുതായിട്ട് അടിച്ചു വന്നു. അപ്പോൾ അങ്ങനത്തെയൊക്കെയുള്ള ഒരുപാട് പിന്നോക്കാവസ്ഥയുണ്ട്. അങ്ങനെ അവസ്ഥയിൽ ഈ അച്ചടി വന്നത്. അപ്പോൾ ഞാൻ ഭാഷാപിതാവായിട്ട് നമ്മൾ തുഞ്ചത്തെഴുത്തച്ഛൻ പറയുമ്പോൾ അയാളുടെ ഒപ്പം തന്നെ കസേരയിട്ട് ഞാൻ ബെഞ്ചമിൻ ബെയ്ലിനെ ഇരുത്തും. കോട്ടയത്ത് പ്രസ് തുടങ്ങിയ പ്രസ് അതിനും കേരളത്തിൽ അതിനുമുമ്പ് അച്ചടി ഉണ്ട്. എൻ്റെ നാട്ടിൽ ചേന്നമംഗലത്തും വൈപ്പിക്കോട്ട സെമിൻ്റെ അച്ചടി വന്നു. പക്ഷേ വലിയ രീതിയിൽ അച്ചടി ബെഞ്ചമിൻ ബെയ്ലിക്ക് മുമ്പ് അച്ചടി ഉണ്ട് കേരളത്തിൽ 3-4 ചെറിയ സ്ഥലത്ത്. അതിൻ്റെ റിയൽ ബുക്കായിട്ട് വരാൻ പാകത്തിനുള്ള 3-4 അച്ചടി ഉണ്ട്. നമുക്ക് ഗൂഗിൾ ചെയ്താൽ കാണാൻ പറ്റും. വൈപ്പിക്കോട്ട സെമിനാരി ഞങ്ങളുടെ നാട്ടിൽ കുഞ്ഞച്ചടി സ്ഥലമാണ്, കുഞ്ഞ് ഉണ്ടല്ലേ. പിന്നെ ഈ അന്വേഷണം ഭയങ്കര രസമാണ്. ബെഞ്ചമിൻ ബെയ്ലിയുടെ അടുത്ത് അദ്ദേഹം മറ്റേ പുത്തൻകൂറ്റ് ഓർത്തഡോക്സ് ഇതായിരിക്കും. അപ്പോൾ ആ അച്ചടി റിപ്ലിക്കേറ്റ് ചെയ്യാനായിട്ട് കത്തോലിക്കനായ ചാവറച്ചൻ വരുമ്പോൾ ഇവരിത് കൊടുക്കൂല. ഏത് പ്രിന്റിങ് ടെക്നോളജി. അപ്പം അങ്ങനെ വാഴത്തടയിൽ നിന്ന് മുറിച്ചിട്ടാണ് ആദ്യത്തെ ടൈപ്പ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇവർ തമ്മിൽ തന്നെ പടലപ്പിണക്കങ്ങളാണ്. ഡച്ചുകാർ, ഇംഗ്ലീഷുകാർ, പിന്നെ ഈ പോർച്ചുഗീസുകാരാണല്ലോ കത്തോലിക്കർ. അപ്പോൾ അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഗുട്ടൻബർഗ് എന്ന് പറഞ്ഞാൽ നല്ല മല എന്നർത്ഥം. ഗുട്ടൻ എന്ന് പറഞ്ഞാൽ ഗുഡ് എന്നർത്ഥം, ബർഗ് എന്ന് പറഞ്ഞാൽ മല എന്നർത്ഥം. അപ്പോൾ ഗുട്ടൻബർഗ് എന്ന് പറഞ്ഞ ആളാണ് ജർമ്മൻ വംശജനാണ് അച്ചടി കണ്ടുപിടിച്ചത്. പുതിയ കാലത്ത് ഇതൊക്കെ പുസ്തകം നമുക്ക് പക്ഷെ നമുക്ക് അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അവസരമാണ് ഈ നവമാധ്യമങ്ങൾ വന്നത്. സക്കർബർഗ്, സക്കർ എന്നാണ്, സുക്കറല്ല, സക്കർ എന്നാണ് എൻ്റെ അറിവ് കേട്ടോ. അതിന് തമാശ അതല്ല. ഈ സക്കർ എന്ന് പറഞ്ഞാൽ അതേ വാക്ക് ഹിന്ദിയിലെ സക്കർ ഒരേ മീനിങ്ങാണ്, പഞ്ചസാര എന്നർത്ഥം. ജർമ്മൻ ഭാഷയിൽ സക്കർ എന്ന് പറഞ്ഞാൽ പഞ്ചസാര എന്നർത്ഥം. ആ അപ്പൊ സക്കർബർഗ് എന്ന് പറഞ്ഞാൽ പഞ്ചസാര മല എന്നർത്ഥം. അപ്പൊ ഇയാൾ നമ്മൾ ഇതിൽ പഞ്ചാര അടിക്കാൻ പോകുന്നുണ്ടല്ലോ കുറേ. അപ്പൊ കറക്റ്റാ, സക്കർബർഗിന്റെ പഞ്ചസാര മലയിൽ നമ്മൾ അയാളുടെ ഭീകരമായിട്ടുള്ള മൊണോപ്പൊളിയാണ് ശരിക്കും. ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ്, ഫേസ്ബുക്ക് മുഴുവനായിട്ട്. ആ മെറ്റാന്ന് പറഞ്ഞേക്കാൾ ഈ ബ്രാൻഡ് പറഞ്ഞാലേ സാധാരണക്കാർക്ക് മനസ്സിലാവും. ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം, ഇത് 3 അങ്ങേരാ. പിന്നെ മൈക്രോസോഫ്റ്റിന്റെ കുറേ ഉണ്ട്. പിന്നെ ഇവരുടെ നമ്മുടെ ഗൂഗിളിൻ്റെ ആൽഫാബറ്റിക്സ് ഉണ്ട്, ഈ ജിമെയിൽ, യൂട്യൂബ്, അതല്ല. അപ്പോൾ ആ ഇതിൻ്റെ മെയിൻ മുതലാളി ഇയാളായതുകൊണ്ടാണ് ഗുട്ടൻബർഗ് മുതൽ സക്കർബർഗ് വരെ ആ കാലത്തിലേക്ക്. ഇപ്പം നമുക്ക് എല്ലാവർക്കും WAL, ഞങ്ങൾ ഹിന്ദുക്കളുടെ ഇടയിൽ ഒരു പഴഞ്ചൊല്ലാണ്, വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാടെന്ന് പറയും. അപ്പോൾ ഇത് WALL, മറ്റേ വാളെടുത്തവനൊക്കെ വെളിച്ചപ്പാട്. എല്ലാവർക്കും അവരെ എഴുതാനുള്ള സംഭവം. പക്ഷേ ഇതിൻ്റെ ഒരു സംഭവം എന്ന് വെച്ചാൽ ഇതൊക്കെ അമേരിക്കൻ സ്വകാര്യ കമ്പനികളാണ്. ഞാൻ അതിലേക്ക് വരുമായിരുന്നു. അതായത് എത്ര ടെക്നോളജി ഡെവലപ്പ് ചെയ്താലും ഈ ഡെവലപ്മെന്റ് കൊണ്ടുവരുന്നൊക്കെ കമ്പനികളാണ്. ഈ കമ്പനികൾക്ക് പല രാജ്യങ്ങളെക്കാൾ വലിയ GDP, ഇവരുടെ പ്രോഫിറ്റ് എണ്ണം തന്നെ. ഇപ്പൊ ഈ ഫേസ്ബുക്കിൽ ആക്റ്റീവ് യൂസേഴ്സിന്റെ എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ രാജ്യമാണ്. അപ്പൊ നമ്മുടെ PS റഫീഖിന്റെ കഥ ഉണ്ട്, ഫേസ്ബുക്കിസ്ഥാൻ എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അതെ, പ്രൈവറ്റ് കമ്പനികളാകുമ്പോൾ അവരുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് മാത്രമേ. അപ്പോൾ അതിന്റെ പ്രോഫിറ്റ് മാത്രമായിരിക്കും, വേറെ അപകടകരമായ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇപ്പൊ ഈ നമ്മുടെ അൽഗോരിതം, ഇപ്പൊ ഇന്ത്യയിൽ BJP ഭയങ്കരമായിട്ട് ഫേസ്ബുക്കിന് പൈസ കൊടുക്കുമ്പോൾ എതിരാളികളുടെ ഇത് അൽഗോരിതം നോക്കിയിട്ട് ഇതിൽ വരില്ല. സാർ അതിന് ഈ US ഇലക്ഷന്റെ സമയത്ത് റഷ്യ FBക്ക് ഞാൻ വായിച്ചിരുന്നു. അതിപ്പോഴും ഗൂഗിൾ ചെയ്താൽ കാണാം. BBC-യുടെ സൈറ്റിലുണ്ട്. അതായത് ഡൊണാൾഡ് ട്രംപിന്റെ 1ാമത്തെ ഇലക്ഷന് ഡൊണാൾഡ് ട്രംപിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പുടിൻ ട്രംപിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് വരുമ്പോൾ ആ ഇലക്ഷനിൽ ഇത് പിന്നെ അമേരിക്കയിൽ ഇപ്പം തന്നെ ഈ സ്ത്രീയേറ്റ ആളായതുകൊണ്ടാണ് അവർ തോപ്പിച്ചതെന്നാണ് പറയുന്നത്. ഹിലരി ഒരാണായിരുന്നെങ്കിൽ അവർ ജയിച്ചേനെന്നും പറയുന്നത്. അങ്ങനെ അപ്പോൾ ഞാനിത് എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്കൊരു PR ഏജൻസിയാണ്. നമ്മൾ പൈസ കൊടുത്ത് PR വർക്ക് ചെറിയ രീതിയിൽ ഫീസ് മേടിച്ചിട്ട്, വലിയ കൊള്ള ഫീസൊന്നുമല്ല. അപ്പോൾ 2019 ലോക്സഭാ ഇലക്ഷന് ഞാനൊരു കേരളത്തിലെ ഒരു ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് പറഞ്ഞിരുന്നു തോന്നുന്നില്ലേ. അപ്പോൾ അവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ ചോപ്പോ അങ്ങനെ ഒന്നും വന്നാൽ ഇതിൽ ഇടതുപക്ഷ വരില്ല. അത് ഭയങ്കര ഓർഗാനിക് അല്ലാത്ത ഫേസ്ബുക്കിൻ്റെ ഒരു വലിയ ഇതുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ ഇത് ഈ സ്വകാര്യ കമ്പനികളാണെന്നുള്ളത്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ ഇസ്ലാമിക ലോകത്തുനിന്ന് ഇസ്ലാമിക ലോകം നമ്മൾ പറയുമ്പോൾ പൊതുവെ അറബ് വലിയ സമ്പത്തുള്ള സ്ഥലമാണ്. പക്ഷെ അവിടുന്ന് ഇതുപോലൊരു വലിയ സംഭവം ഉണ്ടായി വന്നിട്ടില്ല. അതുപോലെ ഇന്ത്യ ഇത്രയും വലിയ ലോകത്തെ ഏറ്റവും അധികം ഫേസ്ബുക്ക്, എല്ലാ സോഷ്യൽ മീഡിയയുടെ എല്ലാ യൂസേഴ്സും ഏറ്റവും അധികം ഉള്ളത് ഫേസ്ബുക്ക് ആയാലും ഇൻസ്റ്റാഗ്രാം ആയാലും വാട്സപ്പ് ആയാലും ഒക്കെ ഏറ്റവും അധികം യൂസേഴ്സ് ഉള്ള സ്ഥലം ഇന്ത്യ, യൂട്യൂബൊക്കെ. അപ്പോൾ പക്ഷേ ഇതിൻ്റെ അത് 2ാം സ്ഥാനം വളരെ പിന്നിലുമാണ്. US-ഉം ബ്രസീലൊക്കെയാണ്.
വളരെ പിന്നില്ല, അതെ, കമ്പയർ ചെയ്യാൻ പറ്റില്ല. ജനസംഖ്യ കൂടുതലുള്ളതുകൊണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ നമുക്ക് ഇന്ത്യയിൽ ഇങ്ങനത്തെ വലിയ ടെക്നോളജികൾ ഉയർന്നു വരില്ല. വലിയ IT കയറ്റുമതിയൊക്കെ ഉണ്ട്. അതെ. പക്ഷേ ഇന്ത്യയിൽ ഒരു ചൈനയ്ക്ക് അങ്ങനെയല്ല. അവർക്ക് എല്ലാത്തിനും ഇതിനെല്ലാത്തിനും ഈക്വലായിട്ട്. ഇപ്പോൾ നമ്മുടെ ആമസോൺ എന്ന് പറഞ്ഞാൽ അവർക്ക് ആലിബാബ ഉണ്ട്, വലിയ സംഭവം. അതെ. അതുപോലെ എല്ലാത്തിനും അവർക്കുണ്ട്. ഇപ്പോൾ മറ്റേ ഇന്ത്യയിൽ നിരോധിച്ചേക്കണ ആപ്പ് ഉണ്ടല്ലോ, മറ്റേ പാട്ടൊക്കെ പാടണ ടിക്ടോക്ക്, അതൊക്കെ ചൈനയുടെ. അങ്ങനെ എല്ലാ കാറ്റഗറിയിലും അവർക്ക് നല്ല ഉഗ്രം ആപ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഇപ്പോൾ ഈ SSFിൻ്റെ ഒക്കെ ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ ചെറുപ്പത്തിൽ വളരെ ഇമ്പ്രസ്ഡ് ആയിരുന്നു. ചെറുപ്പത്തിലല്ല, ഞാൻ ഈ ആദ്യമായിട്ട് ഇൻ്റർനെറ്റ് വന്നപ്പോൾ മാധ്യമം പത്രത്തിൽ എനിക്ക് ഓർമ്മയുണ്ട്, ഈ ഇൻ്റർനെറ്റ് ക്ലബ്ബ് എന്നൊക്കെ പറഞ്ഞ ന്യൂസ് വരുമായിരുന്നു. അത് ഭയങ്കര അത് മലയാളത്തിൽ ഒരു മാധ്യമത്തിലും വന്നില്ല. ഇപ്പം നമ്മൾ വെബിനിവേശം തുടങ്ങിയെന്ന് പറഞ്ഞ പോലെ ഒരു സമുദായത്തിനെ വലിയതായിട്ട് മോഡേണൈസ് ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ഓർമ്മയുണ്ടോ നിങ്ങൾക്കത്? ഇല്ല. 99 നിങ്ങൾ അപ്പോൾ എത്ര വയസ്സുണ്ടോ? ഞാൻ ജനിച്ചിട്ടുള്ള വർഷം. 99 മാധ്യമത്തിൽ ഇൻ്റർനെറ്റ് ക്ലബ്ബ് എന്ന് എന്തോ പേര് സ്ഥാനത്തിലുണ്ടായിരുന്നു. എന്നിട്ട് ആൾക്കാരുടെ പേരോ എന്തൊക്കെ കൊടുത്തിട്ട് അവരുടെ താല്പര്യം. ഇൻ്റർനെറ്റിനെ അന്നേ കണ്ടു സംഭവം. അങ്ങനെ നോക്കുമ്പോൾ ഈ നമ്മുടെ ഇന്ത്യയും അല്ലെങ്കിൽ ഇസ്ലാമിക അല്ലെങ്കിൽ അറബ് ലോകം എന്ന് പറയാം, അറബ് ലോകം അവിടെ നിന്നൊക്കെ വലിയ. ഇപ്പം അറേബ്യയിൽ ഫുട്ബോളിന് ദിനപത്രമുള്ള രാജ്യമാണ് സൗദി അറേബ്യ. ഫുട്ബോളിന് ദിനപത്രം, ഫുട്ബോളിനൊരു പേപ്പർ 8-10 പേജ് ഫുട്ബോൾ മാത്രം അറബിക് ഭാഷയിൽ, അറബിലുണ്ട്. അപ്പോൾ അറബ് വേൾഡും, ഞാൻ ഇസ്ലാം എന്ന് പറയുന്നില്ല, അറബ് വേൾഡ്, കാരണം ഇസ്ലാമിന് മുമ്പുള്ളതാണല്ലോ അറബി. അറബ് വേൾഡും ഇന്ത്യയും എല്ലാം അങ്ങനത്തെ പല ലോകത്ത് വലിയ സംസ്കാരങ്ങളുണ്ട്. അവരൊക്കെ അവരുടെ സ്വന്തം ഇതുകൾ ഉണ്ടാക്കിയെടുക്കണം, സോഷ്യൽ മീഡിയ ഒക്കെ ഉണ്ടാക്കിയെടുക്കണം. അപ്പം ഇപ്പോൾ നമ്മൾ ഈ ഇതിനെ ഡെമോക്രൈസ് ചെയ്തു എന്നുള്ളൊരു അർത്ഥത്തിൽ പറഞ്ഞല്ലോ, എല്ലാവർക്കും പിന്നെ അവസരങ്ങൾ ഉണ്ടാകുന്നു, എല്ലാവർക്കും ഈ വൺ വേ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് മാറുന്നു, അറിവുകളുടെ വലിയൊരു ഫ്ലഡിങ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പം ഈ ഫേസ്ബുക്ക് ആണെങ്കിലും ഇൻസ്റ്റഗ്രാം ആണെങ്കിലും ട്വിറ്റർ ആണെങ്കിലും ഇത് ഇന്ന് കോമൺലി എല്ലാവരും ഉപയോഗിക്കുന്ന ഇത്തരത്തിലുള്ള ഈ ഫ്ലഡ് ഓഫ് ഇൻഫർമേഷൻ, അതിൽ നിന്ന് നമ്മൾ പിന്നെ ഒരു ഫോമോ ക്രിയേറ്റ് ചെയ്യുന്ന രൂപത്തിൽ, ഇപ്പോൾ നമ്മൾ ഡൂം സ്ക്രോളിങ്ങിനെ കുറിച്ചൊക്കെ സാറ് നിരന്തരം എഴുതാറുണ്ട്. അപ്പോൾ എന്തെങ്കിലും കണ്ടില്ലെങ്കിൽ നമുക്ക് ഒരു ഫോമോ ക്രിയേറ്റ് ചെയ്യുന്ന രൂപത്തിൽ അങ്ങനെയുള്ള ഒരു മെൻറ്റാലിറ്റി ക്രിയേറ്റ് ചെയ്യുക, ഒരു ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള ചില പ്രവണതകൾ കൂടി അതിൻ്റെ അടുക്ക് സംഭവിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിനെങ്ങനെയാണ് അതൊരു വലിയ ഇഷ്യൂ ആണ്. അതൊരു വലിയ ഇഷ്യൂ ആണ്. അതിനേക്കാൾ ഉപരിയായിട്ട് ഇപ്പോൾ നമ്മൾ കാണുന്ന നമ്മുടെ സുഹൃത്തുക്കളുടെ ഒന്നും അല്ലല്ലോ ഇതിൽ കാണുന്നത്. അതെയല്ല, തീർച്ചയായിട്ടും അപരിചിതരായിട്ടുള്ള ആളുകളുടെയാണ് കാണുന്നത്. പിന്നെ സബ്സ്ക്രിപ്ഷൻ മോഡൽ വന്നു എല്ലായിടക്കും. എല്ലാ ചെറിയ ഇൻഫ്ലുവൻസേഴ്സ് വരെ 90 രൂപയൊക്കെ മേടിച്ചിട്ട് ഓഫർ ചെയ്യണം. അതൊന്ന്. പിന്നെ നമ്മൾ ഈ റീൽസ് കാണാൻ ഭയങ്കരമായിട്ട് വിധിക്കപ്പെടുകയാണ്. നമ്മുടെ കണ്ടന്റിന്റെ ഫോമൊക്കെ മാറി അറിയാതെ സംഭവിച്ചാണ്. അപ്പോൾ ഈ റിലിജിയൻ ഈസ് ഓപ്പിയം ഓഫ് ദ പീപ്പിൾ എന്ന് പറയുന്നുണ്ട് കാൾ മാർക്സ്. ഞാൻ പറഞ്ഞ റീലിജിയൻ ആണ് ഇപ്പോൾ ഓപ്പിയം ഓഫ് ദ പീപ്പിൾ. റീലിജിയൻ. അപ്പോൾ ഈ റീലുകളാണ് ഈ നമ്മുടെ കറപ്പ്. നമ്മൾ എല്ലാവരും പ്രായഭേദമന്യേ ഇപ്പം നമ്മൾ ആൾക്കാർ വെറുതെ ഇരിക്കുക എന്നുള്ള സംഭവമില്ല, കാത്തിരിക്കുക എന്നുള്ള സംഭവമില്ല. ട്രെയിൻ കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ഇല്ല, നമ്മൾ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുക. പണ്ട് ഈ മറ്റേ ഡെന്റിസ്റ്റിന്റെ അവിടെയൊക്കെ അവർ പഴയ മാഗസീനുകൾ കിലോ കണക്കിന് മേടിച്ചിട്ട് അവിടെ ഇങ്ങനെ വെക്കും. പഴയ ബാർബർ ഷോപ്പിൽ ഇപ്പൊ അതൊന്നുമില്ല. പലരും പറയാറുണ്ട് ബാർബർ ഷോപ്പ് ആയിരിക്കും ആദ്യത്തെ വായനശാല, ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. അല്ല, എല്ലാവരും മൊബൈൽ നോക്കിയിരിക്കുക. അപ്പൊ മൊബൈൽ കൊന്ന സാധനങ്ങളെ പറ്റി ഒരു ബുക്സ് പറ്റി ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. ഒരു അമേരിക്കൻ ഒരു വലിയ ഒരു ചിന്തക ലേഡി, അവരുടെ പേര് ഞാൻ മറന്നുപോയി. 100 Things Killed by Internet എന്നോ അങ്ങനത്തെ ഒരു സാധനം. നല്ല ഉഗ്രം ബുക്കാണ്. ഇന്റർനെറ്റ് ഇല്ലാതാക്കിയ 100 സാധനങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക്, ഉഗ്രം ബുക്കാണ്. പേര് ഞാൻ മറന്നുപോയി, ഞാൻ ഓർത്ത പറഞ്ഞുതരാം, അല്ലെങ്കിൽ നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്തിട്ട് നോക്കണം. പമേല എന്താ പറഞ്ഞു, ഇന്റർനെറ്റ് ഇല്ലാതാക്കിയ 100 സാധനങ്ങൾ, 100 Things. ഞാൻ അതിനെപ്പറ്റി ഒരു ലക്കം തന്നെ എഴുതിയിരുന്നു. അതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവം പറയുന്നത് ബോർഡം ആണ്. ബോർഡമിനെ ഇല്ലാണ്ടാക്കിയെന്ന്. എന്താ പറയുക, വിരസത ഇല്ല. പക്ഷെ വിരസത വേണമെന്നാണ് ഇപ്പോൾ പറയണത്. അതായത് കുട്ടികളൊക്കെ പുതിയ കാര്യങ്ങൾ അവർ ഒരു ക്രിയേറ്റീവായിട്ട് ആലോചിച്ച് കണ്ടുപിടിക്കുന്നത് അവർക്ക് ബോറടിക്കുമ്പോഴാണ്. 100 Things we have lost to the internet. അത് തന്നെ, ഇന്റർനെറ്റ് ഇല്ലാതാക്കിയെന്ന് നോക്കുക. അപ്പോൾ നമ്മൾ ഈ ബോറടിക്കുമ്പോൾ കുട്ടികൾക്ക് ബോറടി നമ്മൾ കഴിയും ഇതൊരു അപകടമാണെന്ന് വരിക്കും. അങ്ങനെയല്ല, ബോറടിക്കുമ്പോഴാണ് നമ്മൾ അതിനുള്ളിൽ നിന്നുള്ള പുതിയ സൊല്യൂഷൻസ്, പുതിയ ക്രിയേറ്റിവിറ്റി ഉണ്ടാവണം. അങ്ങനെയാണ്. ഇത് ഒന്നിനുമില്ല. നമ്മുടെ ബ്രെയിൻ റോട്ട് എന്ന് പറയുന്ന പോലെ നമ്മൾ ഇതിനെ അട്ടിപ്പിട്ട് ഭയങ്കര ഒരു പ്രശ്നം അത്. അപ്പോൾ അത് നല്ല കാര്യങ്ങളാണെങ്കിൽ പോലും ഞാൻ ഈ സാഹിത്യവാരഫലത്തിൻ്റെ ഒരു ലക്കം അവസാനിച്ച് എനിക്ക് ഓർമ്മയുണ്ട്.
അധികം വായിക്കരുത്, ബുദ്ധി കുറയുന്നു, ബുദ്ധിയുടെ മൂർച്ച കുറയുന്നു, ചിന്തിക്കില്ല. അത് സാഹിത്യഭാരമല്ല എഴുതിയ ആളാണ് എഴുതിയെന്ന് അറിയിക്കണം. കാരണം പുള്ളി 24 മണിക്കൂറും വായിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. പുള്ളി ഒരു ലക്കം അവസാനിപ്പിച്ച സാഹിത്യഭാരതത്തിൻ്റെ ലാസ്റ്റ് വാചകം അധികം വായിക്കരുത്, അധികം വായിച്ചാൽ ബുദ്ധി കുറയുന്നു. അതായത് നമ്മൾ മറ്റുള്ളവരുടെ ചിന്തകളല്ലേ കയറ്റണേ, നമ്മളുടെ ക്രിയേറ്റീവായിട്ടും സംഭവിക്കില്ല. അപ്പോൾ ചിന്തിക്കുക എന്നുള്ള കഴിവിനെ ഇല്ലാണ്ടാക്കണേ. അങ്ങനെ മെല്ലെ 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 അവസാനിച്ചിട്ട് മറ്റുള്ളവരുടെ, നമ്മളൊരു പണ്ഡിതൻ മാത്രമായിത്തീരും. നമ്മളൊരു പണ്ഡിതൻ മാത്രമായിട്ടാണല്ലോ നമ്മളെ ദൈവം സൃഷ്ടിച്ചേക്കണത്. നമ്മുടെ അനാലിസിസ് സ്കില്ല്, ചിന്താ സ്കില്ല്, ക്രിയേറ്റിവിറ്റി, നമുക്ക് സൊസൈറ്റിയോട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഒരുപാട് ഉത്തരവാദിത്തങ്ങളില്ലേ കുടുംബത്തിനോട്. ഇതെല്ലാം ഈ തിയറികളുടെ ഉള്ളിൽ പെട്ടിട്ട് നമ്മൾ, അപ്പോൾ മാർക്സ് തന്നെ പറയുന്നുണ്ട് തിയറി ഈസ് ഗ്രേ, ജീവിതമാണ് പച്ച എന്ന് പറഞ്ഞത് വലിയ ഫേമസ് ആയിക്ക. തിയറി ഈസ് ഗ്രേ, ലൈഫ് ഈസ് ഗ്രീൻ മാർക്സും പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അത് അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ ഈ വിഷ്വൽ ഇങ്ങനെ പ്ലഷർ കണ്ടുകൊണ്ടിരിക്കുന്നു, കണ്ണിന് പ്രശ്നം, അതിങ്ങനെ ഒരു വലിയ ഇതാ. അതിൻ്റെയൊക്കെ അപ്പം അതിൻ്റെ കൂടെയാണ് നിങ്ങൾ ഈ പറഞ്ഞ ഈ സ്വകാര്യ കമ്പനികളാണെന്നുള്ള അവരുടെ നമ്മൾ ഇതാക്കണ അവരുടെ താല്പര്യങ്ങൾ അടിച്ചു തരുന്ന സംഭവങ്ങൾ. അത് വലിയ സംഭവം. ഈ ഡിജിറ്റൽ ഡിറ്റോക്സ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഇങ്ങനെ വരുന്നുണ്ടല്ലോ, ഇതുപോലെ ആളുകളൊക്കെ ഈ അത് നല്ലതായിട്ട് തുടങ്ങുന്നു. പല സംഭവങ്ങളുണ്ട്. എനിക്കതിൽ പറയാനുള്ളത്, ഇപ്പോൾ SSF നിങ്ങളുടെ എല്ലാ മാതൃസംഘടനകളും വളരെ ഇമ്പോർട്ടൻസോട് കൂടി ചെയ്യേണ്ടത്, ഏത് സമുദായത്തിലെ കുട്ടികളായാലും, ഇപ്പോൾ SSF ആണല്ലോ, റിസാല സ്റ്റുഡൻസിനാണോ? അല്ല, സ്റ്റുഡൻസിനാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. എന്താ അതിൻ്റെ മീനിങ്? റിസാല എന്ന് പറഞ്ഞാൽ മെസ്സേജ് അറബ് വാക്കല്ലേ? അറബി. അതിൻ്റെ ഒരു പ്രധാന സംഭവം എന്താ വെച്ചാൽ, നേച്ചറിൽ നിന്ന് അകന്നു എല്ലാ മനുഷ്യരും, കുട്ടികൾ. ഇപ്പം എൻ്റെ ജീവിതത്തിൽ, എനിക്കിപ്പോൾ 60 വയസ്സായെന്ന് പറഞ്ഞില്ലേ, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിസ്മയം എന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് ഒരു കട്ടുറുമ്പിൻ്റെ പുറകെ പോയി. ഒരു ദിവസം കട്ടുറുമ്പ് നമുക്ക് ശത്രുവാണല്ലോ, ഭയങ്കര കട്ടുകഴപ്പല്ലേ കടിച്ചു കഴിഞ്ഞാൽ. ഞാൻ എൻ്റെ അച്ഛൻ്റെ വീടിൻ്റെ അവിടെ ഒരു കട്ടുറുമ്പിൻ്റെ പുറകെ പോയി. അപ്പോൾ അതിങ്ങനെ പോയി ഒരു ഹോട്ടലിലേക്ക് കയറിപ്പോയി, ഒരു എന്താ പറയുക ദ്വാരത്തിലേക്ക്. അപ്പോൾ ഞാനൊരു കൊല്ലരി പോലെ സാധനം എടുത്തു ഇങ്ങനെ മണ്ണൊക്കെ മാറ്റി കഴിഞ്ഞപ്പോൾ അതിൻ്റെ വീട് കണ്ടു, സാമ്രാജ്യം കണ്ടു. അതിങ്ങനെ നീണ്ടു പരന്ന് കിടക്കുക. അപ്പോൾ അതിൽ പൊരി എന്ന് പറഞ്ഞ സാധനമില്ലേ, ബേൽ, അതിൻ്റെ നിറയെ സാധനം, അതിൻ്റെ മുട്ട, പിന്നെ നെന്മണികൾ. ഞങ്ങളുടെ നാട്ടിൽ, ഈ അച്ഛൻ്റെ നാട്ടിൽ നെൽകൃഷിയൊന്നുമില്ല. അപ്പോൾ ഞാൻ ആലോചിക്കുമ്പോൾ എന്താ വെച്ചാൽ, നമ്മുടെ വീട്ടിൽ അന്ന് റേഷനരിയാണ് മേടിക്കുന്നത്. അപ്പോൾ ഈ റേഷനരി ക്ലീൻ ചെയ്യാനായിട്ട് റേഷനരി ചാക്ക് കൊണ്ട് 10 കിലോ കൊണ്ട് ഇങ്ങനെ കമത്തും. എന്നിട്ട് അത് ചേറ്റിക്കൊഴിച്ച് നല്ല അരി എടുക്കും. അപ്പോൾ ഈ അതിൽ നിന്ന് നെല്ല് വരുന്നത് കുറേയൊക്കെ കളയും. അതായിരിക്കും ഇവറ്റങ്ങൾ ഈ കളക്ട് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ പക്ഷേ ഇത് മൂടിക്കഴിഞ്ഞാൽ ഇവറ്റങ്ങൾ ചത്തുപോകും. അന്ന് എനിക്ക് അന്ന് ആ ബോധവും ഉണ്ടായിരുന്നു. ഞാനിവരുടെ ഈ മാളങ്ങളുടെ വലിയൊരു ബ്രാഞ്ചോട് കൂടിയിട്ടുള്ളൊരു സംഭവം ഇനി മരിച്ചാലും ഞാൻ മറക്കില്ല. അത്രയും നമ്മൾ ഈശ്വരൻ്റെ, ദൈവത്തിൻ്റെ, അള്ളാഹുവിൻ്റെ ആ മഹത്വം നമ്മൾ കാണുന്ന ഒരു സമയം. അയ്യോ, ആലോചിക്കാൻ വയ്യ, എപ്പോഴും എൻ്റെ എക്സൈറ്റഡ് ആയി പോണേ. വലിയൊരു ശൃംഖല എന്ന് പറഞ്ഞാൽ ബ്രാഞ്ച് അതിൻ്റെ ഒരു നീളം എന്ന് പറഞ്ഞാൽ ഒരു 5-6 മീറ്റർ കൂടുതലാണ്. അതെ, കട്ടുറുമ്പിൻ്റെ കൂട് നിറയെ കട്ടുറുമ്പുകളാണ് അതിനകത്ത്. അപ്പൊ എനിക്കിത് മൂടിക്കഴിഞ്ഞാൽ ഇവര് ചാവുന്നുള്ള ബോധം ആ കുട്ടിക്കാലത്തുണ്ട്. സിവിലൈസേഷൻ. ഞാനത് ഒന്നും ചെയ്യാണ്ട് അവരെന്തെങ്കിലും ചെയ്തോളൂ എന്ന് വിചാരിച്ചിട്ട് അവരത് മൂടിക്കോളും. അവർ തന്നെ അത് എന്തെങ്കിലും കാരണം നമ്മൾ പിന്നെ മണ്ണിട്ട് കൂടിയ ചാലൊക്കെ അടഞ്ഞു പോകില്ല, അതിന് ആ ഒരു കർവ് വേണമല്ലോ. അപ്പൊ അവരത് തന്നെ ചെയ്യുന്ന വിചാരിച്ചിട്ട് അതൊക്കെ അങ്ങനത്തെ ഒരുപാട് അനുഭവങ്ങൾ. ഇപ്പൊ ദുബായിൽ വെച്ച് പൈസ എവിടെ നിന്ന് പറഞ്ഞാൽ ATM നിന്നാണ് വരിക, പാല എവിടെ നിന്ന് പറഞ്ഞാൽ സൂപ്പർ മാർക്കറ്റിലാന്നൊക്കെയാണ് കുട്ടികൾ പറഞ്ഞത്. എല്ലാ മതത്തിലും പെട്ട കുട്ടികൾ പറഞ്ഞത് പാല എവിടെ നിന്ന് സൂപ്പർ മാർക്കറ്റ്, ദുബായിൽ സൂപ്പർ മാർക്കറ്റിലാണല്ലോ പറഞ്ഞത്. അപ്പോൾ പശുവിനെ കറക്കുന്നവർ കാണില്ല. അപ്പോൾ ഈ നേച്ചർ എന്ന് പറഞ്ഞ സംഭവം ഭയങ്കര മിസ്സിങ്ങാണ്. അതെല്ലാ സമുദായത്തിലെയും, ഇന്ത്യയിലും കേരളത്തിൽ വിശേഷിച്ചും. കേരളത്തിൽ അഡീഷണലി നമുക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. കാരണം ഇവിടെ ഈ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പറഞ്ഞാൽ ഇവിടെ പുരോഹിതന്മാരുടെ സ്വന്തം നാടാണ്. ബ്രാഹ്മിൻസ് ഓൺ കൺട്രി. ആൾക്കാർ എല്ലാവരും ബ്ലൂ കോളർ ജോലി മുഴുവൻ ചെയ്യുന്നത് ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. അപ്പം നമ്മൾ നാച്ചുറലായിട്ട് അങ്ങനെ അത്രയും കൃഷിയിൽ നിന്നൊക്കെ ഭയങ്കരമായിട്ട് വിട്ടു. അപ്പം ഞാനിപ്പോൾ വെറൈറ്റി ഫാർമറിനെ പറ്റി അടുത്ത ലക്കത്തിൽ എഴുതിയിട്ടുണ്ട്. വെറൈറ്റി ഫാർമറിനെ അറിയോ? ഫേസ്ബുക്കിൽ പോയി നോക്കണം. മറ്റേ ആലപ്പുഴയിലുള്ള ഒരു പയ്യൻ ചീരയൊക്കെ കൃഷി, ഉഗ്രൻ കൃഷിയാണ് ഫോളോ ചെയ്യുന്നുണ്ട് അല്ലേ? ഉഗ്രൻ കൃഷി. അപ്പം നമ്മൾ ഈ കൃഷി ചെയ്യണമെന്നില്ല കുട്ടികളെ, പക്ഷെ നാച്ചുറലായിട്ട് കണക്ട് ചെയ്യണം. നമ്മൾ ഈ പ്രകൃതിയുടെ മക്കളാണ്. ഈ ദൈവം പ്രകൃതിയെ സൃഷ്ടിച്ചു. നമ്മളും അതിൻ്റെ ഈശ്വര ദൈവത്തിൻ്റെ സൃഷ്ടി തന്നെയാണ്. അതിനെ അംഗീകരിക്കാൻ പഠിക്കണം. ഇപ്പം ഭയങ്കരമായിട്ട് ജനസംഖ്യ വർദ്ധിച്ചില്ലേ? അപ്പം ഹ്യൂമൻ സെൻട്രിക് ആയി ലോകം. അതൊരു വലിയ പ്രശ്നമാണ്. പിന്നെ ഈ 2000
2000 ആണ്ട് മുതൽ 2025 വരെയുള്ള ഏറ്റവും വലിയ മാറ്റം എന്ന് വെച്ചപ്പോൾ KC നാരായണൻ പറഞ്ഞു, ഞങ്ങളൊരു ചർച്ചയിലുണ്ടായിരുന്നു, KC നാരായണല്ല സോറി KG ശങ്കരപ്പിള്ള ഒരു ചർച്ചയിൽ പറഞ്ഞു ഇൻ്റർനെറ്റാണ് വലിയ മാറ്റം. ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ ഒരു മാറ്റമാണ് ഇറച്ചിക്കോഴി. ഭയങ്കരമായിട്ട് ഇറച്ചിക്കോഴി വന്നു. നമ്മളൊന്ന് പണ്ട് പറയാറുണ്ട് പണ്ട് കോഴിയിറച്ചി വാങ്ങും, ഇപ്പൊ ഇറച്ചിക്കോഴി. പണ്ട് ഒരു വീട്ടിലൊരു പൂവൻകോഴിയൊക്കെ ഉണ്ടാവും. അത് നല്ലോണം മൂത്തൊരു 3 കിലോ ആകുമ്പോഴാണ് നമ്മളത് കൊല്ലുക. അപ്പൊ പച്ചക്കായും ഉരുളക്കിഴങ്ങിട്ട് നീട്ടി കറി വയ്ക്കും. കുറെ ആൾക്കാർ തിന്നാണ്ടാവും. അപ്പൊ ഇത് കിട്ടില്ല, അതിന് ചാറ് മാത്രമേ ഉള്ളൂ. ഇപ്പം എന്ന് പറഞ്ഞാൽ കുട്ടികൾ ജനിച്ചു വീണതന്നെ മൊബൈലിലേക്കോ ഇറച്ചിക്കോഴിയിലേക്കോ. അപ്പൊ ആ അൽഫാം ആമസോണിനാണ് ഇപ്പൊ പഠിക്കേണ്ടത്. മറ്റേ അക്ഷരമാല പഠിക്കേണ്ടത് അങ്ങനെ പഠിക്കണം. അപ്പോൾ അത് നമ്മുടെ പ്രോട്ടീൻ ഇൻടേക്കിലൊക്കെ വലിയ ഇത് വന്നു. അപ്പോൾ നമ്മൾ ഓൾറെഡി പിന്നെയും ഇങ്ങനത്തെ കുറേ ഇത് വന്നു. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് നേച്ചറിലേക്ക്, പ്രകൃതിയിലേക്ക് നമ്മൾ കൂടുതൽ. പിന്നെ സമൂഹം, കുട്ടികൾ സാമൂഹ്യ ജീവിതം വളരെ കുറഞ്ഞു. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഭാഗ്യവശാൽ ഇസ്ലാമിലൊക്കെ അത് പിന്നെയും നിലനിൽക്കുന്നുണ്ട് കുറേയൊക്കെ. ഈ SSF പോലുള്ള സംഘടനകളൊക്കെ സജീവമായിട്ടുള്ളതുകൊണ്ട് ഞാനപ്പോൾ അതിൻ്റെ മുമ്പിൽ തലകുനിക്കണം സത്യം പറഞ്ഞാൽ. ഈ വലിയ സാമൂഹ്യ ജീവിതമുണ്ട്, സമുദായ ജീവിതം എന്നല്ല ഞാൻ പറയണേ. സമൂഹവും പ്രകൃതിയും നിന്ന് അകന്നു കുട്ടികൾ. അതിൻ്റെ പോരായ്മകളുണ്ട്. നമ്മളെ പിന്നെ ഞാൻ ഇടയ്ക്ക് വരണമെന്ന് വിചാരിച്ചായിരുന്നു, നമ്മളങ്ങനെ പറഞ്ഞു പോയി. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു അതിനെക്കുറിച്ച് നിരന്തരം എഴുതുന്നുണ്ട്. പക്ഷേ ഈ ഒരു സിറ്റുവേഷനെ കൂടുതൽ വേഴ്സാക്കുകയാണോ ചെയ്യുന്നത്? കാരണം ഒരു കഥ എഴുതുന്നവരെല്ലാവരും രണ്ടും ഉണ്ടാവും. നമ്മൾ പക്ഷേ അതിലും എഗെയിൻ ഈ ഒരു കൺസ്യൂമറിസ്റ്റ് മാത്രമായിട്ടുള്ള നമുക്ക് ഇതിൻ്റെ വലിയ പ്ലാറ്റ്ഫോമുകൾ അല്ലെങ്കിൽ AI പ്ലാറ്റ്ഫോമുകൾ വികസിപ്പിക്കാൻ നമുക്ക് പറ്റുന്നില്ല. ഇത് എങ്ങനെയൊക്കെ വന്നു പോകുന്നു ഇപ്പോൾ ആർക്കും പറയാൻ പറ്റില്ല. ഞാനിപ്പോൾ ഹറാരിയുടെ സ്ഥിരം കേൾക്കുന്നുണ്ട്, ഇപ്പോൾ ഈ യുവൽ നോഹ ഹറാരിയുടെ വീഡിയോസ്. അപ്പോൾ ഇത് എവിടെ ചെന്ന് നിൽക്കുന്നത് നമുക്കിപ്പോൾ, നമ്മളൊക്കെ വെറും, ഞാൻ പറഞ്ഞില്ല, ഞാൻ അല്ലെങ്കിൽ തന്നെ 60 വയസ്സായ ഒരാളാണ്, ഇതിൻ്റെ ഒരു വെറും കൺസ്യൂമറാണ്. നമുക്കതിൻ്റെ ഇപ്പോൾ 2030 കൂടി ന്യൂയോർക്ക് ടൈംസ് ബെസ്റ്റ് സെല്ലർ വരുന്ന പറഞ്ഞ ആദ്യത്തെ AI നോവൽ, ബെസ്റ്റ് സെല്ലർ നോവലുകളൊക്കെ വന്നു കഴിഞ്ഞു. അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല, അത് നമുക്ക് അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ തൊഴിലൊക്കെ എന്തായാലും ബാധിക്കുന്നുള്ള ഉറപ്പാണ്. ഒരുപാട് ഓൾറെഡി ബാധിച്ചു. വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ ചേട്ടൻ്റെ മകനൊക്കെ ന്യൂയോർക്കിൽ കുറേ കാലം ഫേസ്ബുക്കിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. ഇപ്പോൾ ക്ലൗഡ്സ്റ്റർ എന്ന് പറഞ്ഞിട്ട് വലിയ കമ്പനികളാണ് വർക്ക് ചെയ്യുന്നത്. അവിടെയൊക്കെ ലേ ഓഫുകൾ വരുന്നുണ്ട്. തൊഴിലിനെ നഷ്ടപ്പെടുത്തും. പക്ഷേ ക്രിയേറ്റിവിറ്റി ലോകത്തും അങ്ങനെ എല്ലായിടത്തും. ഇപ്പോൾ അമേരിക്കയിൽ വലിയ സമരം നടന്നു നമ്മുടെ സിനിമാക്കാരുടെ സംഘടനകൾ. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ അതിൻ്റെ ഒരു മനുഷ്യൻ്റെ, ഇപ്പം ഞാനത് ഇപ്പോൾ ഇവിടെ പ്രസംഗിക്കാമെന്ന് വിചാരിച്ച പോയിന്റും അത് തന്നെയായിരുന്നു. ഗുട്ടൻബർഗ് മുതൽ സക്കർബർഗ് വരെ എന്ന് പറഞ്ഞാൽ AI അപ്പൻ മുതൽ AI അപ്പൻ വരെ അങ്ങനെയുള്ളൊരു സംഭവമാണ് ഇപ്പോൾ നമുക്ക് പറയാവുന്നത്. പക്ഷേ അയ്യപ്പനെ വലിയൊരു ഫാനൊന്നുമല്ല ഞാൻ, അങ്ങനെ കവിതയുടെ ഫാനല്ല. അങ്ങനെക്കാളും വലിയ കവികൾ അതിന് മുമ്പും ഉണ്ടായിട്ടുണ്ട്, എൻ്റെ പ്രിയപ്പെട്ട കവികൾ. പേഴ്സണൽ അഭിപ്രായമാണ്, നമ്മൾ എല്ലാവർക്കും അതിനുള്ള അവകാശം. പക്ഷെ ഹസ്തങ്ങളറിയാതെ എഴുതുപോയി ശരം തോഴ മസ്തകം പിളർന്നല്ലോ മുത്തു ഞാൻ എടുത്തോട്ടെ എന്ന് അയ്യപ്പൻ എഴുതിയിട്ടുണ്ട്. ഭയങ്കര കവിതയത്. ഹസ്തങ്ങളറിയാതെ എഴുതുപോയി ശരം തോഴ മസ്തകം പിളർന്നല്ലോ മുത്തു ഞാൻ എടുത്തോട്ടെ. അങ്ങനെയൊന്നും AIക്ക് എഴുതാൻ പറ്റില്ല. അയ്യപ്പന് തന്നെ എഴുതാൻ പറ്റില്ല, അയ്യപ്പന് എഴുതാൻ പറ്റില്ല. ശരിയാണ്. പിന്നെ ഒരു PR ഏജൻസി നടത്തുകയാണല്ലോ. ഇപ്പോൾ PR വർക്കുകളൊക്കെ പലപ്പോഴും കേരളത്തിൻ്റെ കോണ്ടക്സിലാണെങ്കിലും വിവാദമായിക്കൊണ്ടിരിക്കുന്ന ഒരു പേരായി മാറിയിട്ടുണ്ട്, PR പണി എന്ന് പറയുന്നത്. അതിനെങ്ങനെയാണ് കാണുന്നത്? അതിൽ ഒരുപാട് അപകടങ്ങളുണ്ട്, പണ്ട് പോലെ ഉണ്ട്. അതായത് PR-ന്റെ ഒരു ഏറ്റവും മെയിൻ സക്സസ് സ്റ്റോറി എന്ന അപകടം. അതായത് നമ്മുടെ ഫ്രോയിഡിൻ്റെ പെങ്ങളുടെ മകനാണ് PR ഇൻഡസ്ട്രിയുടെ പിതാവ്. മനഃശാസ്ത്രമായിട്ട് വളരെ ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ അമേരിക്കയിൽ പെണ്ണുങ്ങൾക്ക് വേണ്ടി സിഗരറ്റ് ഇറക്കി. ഈ പെണ്ണുങ്ങൾ എന്ത് ചെയ്തിട്ട് സിഗരറ്റ് വലിക്കണില്ല. അവസാനം ഇവർ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു ഈസ്റ്റർ പരേഡ് ഉണ്ട് അവിടെ. ഈസ്റ്ററിൻ്റെ അന്ന് വലിയ പള്ളിയിൽ ഘോഷയാത്ര ഉണ്ട്. ആ പരേഡ് നടക്കുമ്പോൾ അവിടുത്തെ കുറച്ച് പെണ്ണുങ്ങളെ ഇവർ ഹയർ ചെയ്തു. ഈ PR ഇൻഡസ്ട്രിയുടെ പിതാവ്, നമ്മുടെ ഫ്രോയിഡിൻ്റെ മരുമകൻ, പേര് ഞാൻ മറന്നുപോയി, ഞാൻ മറക്കാൻ പാടില്ലാത്തതാണ് എനിക്ക്. അങ്ങേരുടെ 3-4 പെണ്ണുങ്ങളെ ഹയർ ചെയ്തിട്ട് ഈസ്റ്റർ പരേഡ് നടക്കുമ്പോൾ ഇവർ ഇങ്ങനെ എല്ലാവരുടെയും മുഖത്തേക്കൊക്കെ ഊതി, ആണുങ്ങളുടെ. ഇതൊരു ഫെമിനിസ്റ്റ് പ്രൊക്ലമേഷൻ ആക്കി. അപ്പോൾ നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് ടോർച്ചേഴ്സ് ഓഫ് ഫ്രീഡം എന്ന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കാണാൻ പറ്റും. ടോർച്ചേഴ്സ് ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞിട്ട് പെണ്ണുങ്ങളെ പറ്റിച്ചു. അവരുടെ ഫെമിനിസ്റ്റിൻ്റെ ഒരു വലിയ സംഭവമായിട്ട് ഇതിനെ അവതരിപ്പിച്ചു. പുകവലി വലിയൊരു ഫെമിനിസ്റ്റ് ആക്ടാക്കി.
കമ്പനികളുടെ തട്ടിപ്പായിരുന്നത്. ഇപ്പൊ ഇന്ത്യയിലും പെണ്ണുങ്ങളൊക്കെ വലിയ സ്റ്റൈലിൽ അവര് ഫെമിനിസ്റ്റ് ആയിട്ടാണ് വിചാരിക്കുന്നത്. അതെ അതെ. ഞങ്ങൾ ആണുങ്ങളുടെ ഒപ്പം എത്തി എന്നാണ് വിചാരിക്കുന്നത്. ഇത്രയും വലിയ മണ്ടത്തരമുണ്ടോ? ഒന്ന് വെള്ളമടിച്ച ഒന്ന് പുക വലിച്ച എന്നുള്ള വ്യാജമായ നമ്മുടെ സോഷ്യൽ സിസ്റ്റം അങ്ങനെ ആയിപ്പോയി. അതെ. അതിനിടെ കൂടെ ഇവർ ഇത് മുതലെടുത്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ അത് തുടക്കം പോലെ അങ്ങനെയുണ്ട്. എന്നാൽ പി ആറിന് നല്ല വശങ്ങളുണ്ട്. ജനങ്ങളെ ഒരുപാട് കാര്യങ്ങളിൽ ബോധവൽക്കരണം നടത്തുമ്പോൾ അത് പി ആറിന് എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും. സ്ട്രാറ്റജിയൊക്കെ ഇപ്പൊ ഇലക്ഷനൊക്കെ എല്ലാ കമ്പനികളും ഒക്കെ കയറി തുടങ്ങി. അപ്പൊ നിങ്ങൾക്ക് അതിൽ തിരിച്ചുപോക്കൊന്നുമില്ല. അപ്പൊ അത് ഉയരിൻ കൊലക്കൊടുക്കാക്കാവും കയറിനെ ഉഴിഞ്ഞാലാക്കി തീർക്കാൻ കഴിഞ്ഞതല്ലേ ജയെന്ന് നമ്മുടെ വൈലോപ്പിള്ളി എഴുതിയിട്ടുണ്ട്. നമുക്ക് കയറുപേജ് തൂങ്ങിച്ചാവുകയും ചെയ്യാം, ഊഞ്ഞാലേം കെട്ടാം. ഇരുതല മൂർച്ചയുണ്ട്. അപ്പൊ അത് പി ആറും അങ്ങനെ തന്നെ. എല്ലാ കാര്യങ്ങളും ഇന്റർനെറ്റ് ആയാലും പോണുണ്ട്, അതിൽ തട്ടിപ്പുണ്ട്, ഫിഷിംഗ് ഉണ്ട്, അത് തന്നെ നല്ല കാര്യങ്ങളില്ലേ. അതുപോലെ തന്നെയാണ് നമ്മൾ അവസാനമായിട്ടേ CJP പുതിയ ഇന്ത്യയിലെ സാഹചര്യം ഇത് പറഞ്ഞു പോകാതെ പറ്റില്ലല്ലോ. കാരണം സോഷ്യൽ മീഡിയയും ഈ നവമാധ്യമങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഒരു സിറ്റുവേഷൻ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം പലപ്പോഴും പറയാറുണ്ട് പുതിയ തലമുറയ്ക്ക് രാഷ്ട്രീയ ബോധം ഇല്ല എന്നൊക്കെ. പക്ഷേ അങ്ങനെ അല്ല എന്നാണല്ലോ ഇത് തെളിയിക്കുന്നത്. ലോകത്തുള്ള പല രാജ്യങ്ങളിൽ നടന്ന സംഭവങ്ങളാണെങ്കിലും ഇതിനെ ബാക്ക് ചെയ്തുകൊണ്ട് നമുക്ക് അങ്ങനെ കാണിക്കാൻ പറ്റും. ഇതൊരു വലിയ ഒന്നാമത്തേന് ഇവർ 10 വർഷം ഭരിച്ചില്ലേ അടുപ്പിച്ച്. അതിൻ്റെ ഒരു ജീർണത അവരുടെ ഉള്ളിലുണ്ട് ഭയങ്കരമായിട്ട് BJPക്ക്. അത് അവർ വളരെ വലിയ ഇങ്ങനത്തെ ഇപ്പോൾ എന്താ പറയുക, അദാനിവൽക്കരണം ഓഫ് ഇന്ത്യ ഉണ്ട്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അതിൻ്റെ കൂടെയാണ് ഇതിനു മുമ്പും ക്രമക്കേടുണ്ടായല്ലോ ഈ ലീക്കൊക്കെ. അത് ഒരിക്കലും ക്ഷമിച്ചു കൊടുക്കാൻ പറ്റാത്ത, അത് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ കൊണ്ടുവരേണ്ട സമരമായിരുന്നു ശരിക്കും. അയാളെ രാജിവെപ്പിക്കേണ്ടത് പ്രതിപക്ഷ പാർട്ടികളായിരുന്നു രാജിവെപ്പിക്കേണ്ടത്. അപ്പോൾ അതിന് അവർക്ക് അതിനുള്ള ശക്തി ഇല്ലാണ്ടായപ്പോൾ ഇവർ വന്നു എന്നുള്ളതാണ്. അത് എത്രയും വേഗം അങ്ങനെ രാജിവെക്കണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും, അത് സംശയമൊന്നുമില്ല. പക്ഷേ ഇവരൊക്കെ ഇതിൽ ഇലക്ഷനൊക്കെ വലിയ ഫണ്ടിങ് ഒക്കെ ഉണ്ടാക്കി ഇപ്പോൾ ഒറീസയിലൊക്കെ വലിയ വിജയം നേടിക്കൊടുത്ത ആളാണെന്ന് പറയപ്പെടുന്നത്. അതുകൊണ്ട് കാരണം UP-യിലൊക്കെ വലിയ തിരിച്ചടി പറ്റിയല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒക്കെ ഇവളെയൊക്കെ ഒന്ന് എളുപ്പം എടുത്തു കളയാൻ പറ്റില്ലായിരിക്കും. നമുക്ക് കേരളത്തിലും പല ആൾക്കാരെ ഇതുപോലെ മന്ത്രിമാരെയൊക്കെ കളയാനായിട്ട് ചെയ്യാൻ പറ്റില്ല, അങ്ങനെയായിരിക്കും. അപ്പോൾ അല്ല ഞാൻ പറഞ്ഞതേ ഈ കുട്ടികൾ ഇത് ഓർഗനൈസ് ചെയ്ത രീതി, കുട്ടികൾ ഇൻ ദ സെൻസ് വിദ്യാർത്ഥികളായ, പക്ഷേ ഇന്ത്യ പോലെ ഒരു വലിയ സങ്കീർണമായ ഒരു രാജ്യത്ത് നമുക്ക് വലിയ വർക്കിംഗ് അനാർക്കി എന്നാണ് ഇന്ത്യയെ പറ്റി പറയുന്നത്. അപ്പോൾ അവിടെ ഒരു വലിയ സിസ്റ്റം മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ഇതിനുള്ള എന്താ പറയുക കുറച്ചൊരു ഓർഗനൈസ്ഡ് വേണ്ടി വരും എന്നുള്ള സംഭവമുണ്ട്. അത് ഈ ഓൺലൈനിൽ കൂടെ മാത്രമുള്ള ഒരു പൊളിറ്റിക്കൽ സംഭവങ്ങൾക്ക് അതിന് ഉണ്ടാവും. പക്ഷെ അപ്പോൾ നമ്മളെ പ്രതിപക്ഷം അതിനനുസരിച്ച് ശക്തമാവണം. ഇത് വിദ്യാർത്ഥികൾക്ക് മാത്രമായിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. എന്നാൽ ഇവരുടെ താല്പര്യങ്ങൾ ഇവരെ പ്രതിപക്ഷത്തിനെയും ഇവർ ഹൈജാക്ക് ചെയ്തിട്ടുണ്ടോ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇന്ത്യയിലെ പ്രതിപക്ഷം അത്രയും മോശമാണ്, വിശ്വസിക്കാൻ പറ്റാത്ത വിധത്തിൽ ഇന്ത്യയിലെ പ്രതിപക്ഷം മോശമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് അതും ഇവർ സ്പോൺസേഡ് ആണോ നമുക്ക് തോന്നി. സ്പോൺസേഡ് പ്രതിരോധമുണ്ട് ലോകത്തെങ്ങും, സ്പോൺസേഡ് പ്രതിരോധമുണ്ട്. ഞാൻ IMF മീറ്റിംഗ് നടക്കുന്ന ഒരു രാജ്യത്ത്, ഞാൻ പേര് പറയുന്നില്ല രാജ്യത്തിൻ്റെ, IMF വലിയ നടക്കുമ്പോൾ അതിനെതിരെ പ്രതിഷേധം നടത്തുന്ന ഏതൊക്കെയോ സംഘടന ലോകത്തുനിന്ന്. അപ്പോൾ ഈ രാജ്യം തന്നെ അതിനുള്ള വിസയും സാഹചര്യമൊക്കെ ഉണ്ട്. IMF ആൾക്കാർ പോകുമ്പോൾ ഇങ്ങനെ കൊടിയൊക്കെ കാട്ടി IMF ഗോ ബാക്ക് എന്നൊക്കെ പറഞ്ഞ് ചെയ്യുക. അത് ഭയങ്കര കോമഡി. അത് യഥാർത്ഥ സമരങ്ങളെ ഇല്ലാതാക്കുന്ന ഇത് ഈ ശത്രുക്കളല്ല ശരിക്കും, ഇതിൻ്റെ ഉള്ളിൽ കയറി നിൽക്കുന്ന ഈ സ്പോൺസേഡ് പ്രതിരോധങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ നുഴഞ്ഞു കയറും പലരും. ഇങ്ങനെ അൺഓർഗനൈസ്ഡ് ആയിട്ട് ഈ കുട്ടികൾ ഓരോന്ന് ചെയ്യുമ്പോൾ, നല്ല ഉദ്ദേശത്തോടെ ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വേറെ ആൾക്കാരും നുഴഞ്ഞു കയറും, ഹൈജാക്ക് ചെയ്യും. അതൊക്കെ ആരുടെയൊക്കെ പിണികളാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ ഗവൺമെൻറ്റിൻ്റെ തന്നെയാണോ വേറെ അങ്ങനെയൊക്കെ ഒന്നും പറയാം. അതൊക്കെ അതാണ് എൻ്റെ ഒരു ട്രാജഡി. അപ്പോഴാണ് ഞാൻ എൻ്റെ കണ്ടംപററി കൺസർവേറ്റീവിൻ്റെ ഒരു വലിയ വിഷമം ഞാൻ അനുഭവിക്കും പേഴ്സണലി. ഒരു തലച്ചോറിന് മനസാക്ഷി. റൈറ്റ്. ഏതായാലും ഒരുപാട് നന്ദി. വളരെ ഇൻസൈറ്റ്ഫുള്ളായ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റി. താങ്ക് യു സർ.